HS300 Principles of Management. നമ്മുടെ first moduleന്റെ third part ആണിത്. So let's continue with the next topic, that is challenges of a manager. So ഒരു organizationൽ നമ്മൾ പറഞ്ഞു manager functions എന്തൊക്കെയാണെന്ന് പറഞ്ഞു. So what are the challenges a manager should take? Okay, ഏതൊക്കെ challenges ആണ് ഒരു മാനേജർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. Okay, so the first point is achieving a stretch goal. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അല്ലെ എന്തെങ്കിലും ഒരു ബിസിനസ്, ഇഫ് യു ഹാവ് ടു ഡെവലപ്പ് എ ന്യൂ പ്രൊഡക്റ്റ് അല്ലെ അങ്ങനെ എന്തെങ്കിലും, അപ്പൊ അതിന് വേണ്ടി സം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ഒബ്ജക്റ്റീവ്സ് അവർ കീപ്പ് ചെയ്യും. സോ ഇൻ ഓർഡർ ടു അച്ചീവ് ദാറ്റ് ഓൾറെഡി ദേ ഷുഡ് മേക്ക് എ കെയർഫുൾ പ്ലാനിങ് അല്ലെ. എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്തെല്ലാം വെക്കും. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു മോട്ടിവേറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന തടസ്സങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. ഇതൊക്കെയാണ് അതിന്റെ സ്ട്രെച്ച് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൈ ദിസ് ഓൺലി വി ക്യാൻ അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ഇതെല്ലാം ഒരു മാനേജറിന്റെ ശ്രദ്ധയിൽ വരേണ്ട കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മേക്ക് എ കെയർഫുൾ ഓർ പ്രോപ്പർ പ്ലാനിങ്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പീപ്പിൾ എല്ലാം മോട്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ട റിസോഴ്സസ് കളക്ട് ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അതെല്ലാം റിമൂവ് ചെയ്യണം. ഓക്കെ, then only he or she, that manager, can achieve that goal. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യുവർ എംപ്ലോയീസ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ. സോ ഓരോ എംപ്ലോയീസിനും അവരുടെ പല ദിവസങ്ങളും നല്ലതാവാം മോശമാവാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഗുഡ് ആൻഡ് ബാഡ് ഡേയ്സ്. സോ എ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഹി ഷുഡ് ട്രീറ്റ് എവറി വൺ വിത്ത് റെസ്പെക്ട്. ഓക്കെ, സബോർഡിനേറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല അല്ലെ. എല്ലാവരും അതിൻ്റെതായ റെസ്പെക്റ്റിൽ വേണം കാണാൻ. ബട്ട് ഇഫ് യു ആർ ഹാപ്പി വിത്ത് ദിയർ വർക്ക്, അപ്പോൾ ആ എംപ്ലോയിയുടെ വർക്കിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ വാട്ട് ഹി ഹാസ് ടു ഡു, എല്ലാവരും മുന്നിലും അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഹാസ് ടു അപ്രിഷിയേറ്റ് ദാറ്റ് പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് എവറി വൺ. അതല്ല ഇഫ് യു ഫൈൻഡ് എനി പ്രോബ്ലം, അതല്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മാനേജർ ഷുഡ് ടോക്ക് ടു ദം പേഴ്സണലി. അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ക്രിട്ടിസൈസ് ചെയ്യരുത്. പേഴ്സണലി അവരെ വിളിച്ച് പറയണം എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത്. അതിനനുസരിച്ച് അവരെ എൻകറേജ് ചെയ്യാൻ കഴിയണം. ആൻഡ് ഹി ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ടു ഹിസ് സബോർഡിനേറ്റ്സ്. ഓക്കെ, സോ അതാണ് ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യുവർ എംപ്ലോയീസിൽ വരുന്നത്. ഓക്കെ, ദ മാനേജർ എന്ന് പറയുന്നത് എംപ്ലോയീസുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അവരെ എല്ലാ കാര്യങ്ങൾക്കും എൻകറേജ് ചെയ്യാൻ കഴിയണം. സോ ഓരോ ഗോൾസിനനുസരിച്ച് വർക്ക് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കണം. നല്ല വർക്കാണെങ്കിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. ഇൻ കേസ് മോശം വർക്കാണെങ്കിൽ അവരെ അത് മാറ്റി നിർത്തി പറഞ്ഞ് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ചെയ്യാൻ കഴിയണം. ഓക്കെ, ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ചാലഞ്ച് ഫോർ എ മാനേജർ. തേർഡ് വൺ ഇസ് ഡീലിംഗ് വിത്ത് അണ്ടർ പെർഫോമിംഗ് എംപ്ലോയീസ്. നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ എല്ലാ എംപ്ലോയീസും ഒരേപോലെ ബെസ്റ്റ് ആയി നിൽക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. സം പേഴ്സൺസ് ഉണ്ടാകാം അവരുടെ വർക്കിൽ കുറച്ചൊന്ന് പുറകോട്ട് നിൽക്കുന്നവര്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ദെയർ പേഴ്സണൽ പ്രോബ്ലംസ് ഓൾസോ. എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് വീട്ടിലെ ആവാം. അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടും അല്ലെങ്കിൽ പുതിയൊരു എൻവറോൺമെന്റിൽ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ കൊണ്ട്, അങ്ങനെ പല ഇഷ്യൂസ് കൊണ്ടും എംപ്ലോയീസിന്റെ ഇടയിൽ പിന്നിലോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. സോ അവരെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് മനസ്സിലാക്കി അവർക്ക് വേണ്ട മോട്ടിവേഷൻ, കൗൺസിലിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ മാനേജർക്ക് സാധിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്, ഡീലിംഗ് വിത്ത് അണ്ടർ പെർഫോമിംഗ് എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ ഇസ് ഡീലിംഗ് വിത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് എംപ്ലോയീസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എംപ്ലോയീസ് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് വരുന്ന എംപ്ലോയീസ്. ഓക്കെ, അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എംപ്ലോയീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവരെയാണ് കുറെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ കേസ് ഓഫ് എൻ ഓർഗനൈസേഷനിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കേണ്ടതും വളരെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതും ഇങ്ങനെയുള്ള എംപ്ലോയീസിനാണ്. ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് എംപ്ലോയീസ്. ബിക്കോസ് അവർക്ക് കൃത്യമായ റെക്കഗ്നിഷൻ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവരുടെ ടാലൻസ്, എഫേർട്ടിനെല്ലാം കൃത്യമായ റെക്കഗ്നിഷൻ അവർക്ക് കിട്ടണം. അതുപോലെ കണ്ടിന്യൂസ് എൻകറേജ്മെന്റ് അവർക്ക് ഉണ്ടാവണം. ഇപ്പൊ ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്തു, നല്ല ഔട്ട്കംസ് കിട്ടി, ബട്ട് അവർ അതിന് വേണ്ടത്ര അവർക്കൊരു ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ there is a chance അവർക്ക് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് മാറിപ്പോകാനുള്ള ചാൻസ് അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, സോ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് മാനേജർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്തായിരിക്കണം, അവരെ കുറെ കൂടെ അവർക്ക് വേണ്ട റെക്കഗ്നീഷൻ കൊടുക്കാൻ കഴിയണം. ട്രെയിനിങ്, എൻകറേജ്മെന്റ് എല്ലാം he should provide. അതാണ് ഡീലിംഗ് വിത്ത്
ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയീസിൽ വരുന്നത്. സോ അങ്ങനെ അവർക്കൊരു ഹോംലി ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ തുടർന്നുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസും അവർക്ക് ഈ ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കാൻ കഴിയുള്ളൂ. അതെല്ലാം അവർക്ക് വേണ്ട റെക്കഗ്നീഷൻ കിട്ടിയില്ലെങ്കിൽ സംടൈംസ് ദേ മേ ക്വിറ്റ്, അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ തേടി പോകാനുള്ള ചാൻസ് എല്ലാം കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എ ഫോർത്ത് ചാലഞ്ച്, ദാറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയീസ്. Then the fifth challenge is hiring the right people. Hiring എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്, അതാണ് ഹയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയറിംഗ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒരാളെ ഒരു ഓർഗനൈസേഷനിൽ നിയമിക്കാൻ എളുപ്പമാണ്. ബട്ട് ദ ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ ഇസ് വെരി ഡിഫിക്കൽട്ട്. ഇത് കറക്റ്റ് ആ ഒരു ആപ്റ്റ് പൊസിഷനിലേക്ക് വരാൻ കഴിയുന്ന ഒരാളെ ആണോ ചൂസ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് വെറും ഒരു ഇന്റർവ്യൂ കൊണ്ട് ഒരു പേഴ്സന്റെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ, സോ ശരിക്കും ആ ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് വരാൻ, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ എത്രത്തോളം അവര് സ്കിൽഡ് ആണ് അല്ലെങ്കിൽ ട്രെയിൻഡ് ആണ് എന്നെല്ലാം അറിയാൻ ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ സാധിക്കില്ല. സോ ദാറ്റ് ഈസ് അനദർ ചാലഞ്ച്, ദാറ്റ് ഈസ് ഹയറിംഗ് ദ റൈറ്റ് പീപ്പിൾ. സിക്സ്ത് വൺ ഈസ് റെസ്പോണ്ടിങ് ടു എ ക്രൈസിസ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലെ, ഓരോ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഔട്ട്കംസ് കിട്ടാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി ഒരുപാട് പ്ലാനിങ് ചെയ്ത് വെക്കും. സോ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ദർ മേ സംതിങ്സ് മേ വെന്റ് റോങ് അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കാതെ വരാം. ഓക്കെ, ഇൻ കേസ് ഓഫ് എനി ക്രൈസിസ്, ദാറ്റ് ഈസ് ഇഫ് യു ഫേസ് എനി ഡിസാസ്റ്റർ, അതല്ല ഇപ്പൊ ഏതെങ്കിലും എംപ്ലോയിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ, ഇനി സിക്ക് ആയിക്കഴിഞ്ഞോ, സോ ആ പ്ലാൻ ചെയ്തൊരു വർക്ക് അവിടെ നടന്നില്ല, അതെല്ലാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് ആണ്. ഇഫ് എനി ക്രൈം ഹാപ്പൻഡ് ലൈക്ക് തെഫ്റ്റ്, എന്തെങ്കിലും ഒരു കളവ് സംഭവിച്ചു, സോ അതൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ആ സിറ്റുവേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം ആര്, മാനേജർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഹി ഷുഡ് ഹാവ് ദാറ്റ് എബിലിറ്റി ടു ചേഞ്ച് ദ പ്ലാൻസ് ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ചിങ് കണ്ടീഷൻ. ഏതൊക്കെ കണ്ടീഷൻ ചേഞ്ചസ് പെട്ടെന്ന് വരുന്നോ അതിനനുസരിച്ച് ചേഞ്ച്, നമ്മുടെ പ്ലാനിലും അതേ ചേഞ്ചസ് കൊണ്ടുവരാൻ ഏബിൾ ആയിരിക്കണം മാനേജർ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, വാട്ട് എവർ ക്രൈസിസ് ഹാപ്പൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോവാൻ എ മാനേജർ ഷുഡ് ബി ഏബിൾ. So that is the sixth challenge a manager is meeting. That is the responding to a crisis. The last one, that is the continuous improvement. Continuous improvement കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സെയിം കാര്യങ്ങൾ തന്നെ നടക്കുന്നു, ഒരു ചേഞ്ചസും അവിടെ ഉണ്ടാവുന്നില്ലെങ്കിൽ എവ്രിവൺ വിൽ ഗെറ്റ് ബോർഡ് അല്ലെ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിലായാലും സെയിം തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അഡ്വാൻസ്ഡ് വന്നില്ലെങ്കിൽ നമുക്കും അത് ബുദ്ധിമുട്ടായി മാറും അല്ലെ. സോ ഓരോ ടൈമിനനുസരിച്ച് ഓരോ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കണം. ദാറ്റ് ഈസ് ഒരു ബെറ്റർ വർക്കിംഗ് എൻവിറോൺമെന്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ ബെറ്റർ എംപ്ലോയി മോട്ടിവേഷൻസ്. ഇനി കസ്റ്റമേഴ്സ് എന്തെങ്കിലും പുതിയ ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്ട്സിൽ കൊണ്ടുവരണം. ഓക്കെ, സോ ഓരോ കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ കൂടിയുള്ളതാണ് അടുത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ചാലഞ്ച് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. സോ ദീസ് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ മാനേജർ. ഏതൊക്കെയായിരുന്നു ചാലഞ്ചസ്? ഏതൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് അച്ചീവിങ് എ സ്ട്രെച്ച് ഗോൾ. ഓൾറെഡി നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അത് അതിന്റെ പ്രോപ്പർ പ്ലാനിലൂടെ അച്ചീവ് ചെയ്യുക എന്നുള്ളത്, ദാറ്റ് ഈസ് അച്ചീവിങ് എ സ്ട്രെച്ച് ഗോൾ. സെക്കൻഡ് വൺ, ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ആൻ എംപ്ലോയി. ഓരോ എംപ്ലോയീസിന്റെയും ഗുഡ് ബാഡ് വേർതിരിച്ചറിഞ്ഞ് അതിന്ന് ബെസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ആൻ എംപ്ലോയി. തേർഡ് വൺ, ഡീലിംഗ് വിത്ത് ആൻ അണ്ടർപെർഫോമിംഗ് എംപ്ലോയീസ്. എന്ന് വെച്ചാൽ ഒരുപാട് പെർഫോമൻസിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യണം, അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് കൗൺസിൽ ചെയ്ത് ഓരോ കാര്യങ്ങളും എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുത്തണം. ദെൻ ഫോർത്ത് വൺ ഇസ് ഡീലിംഗ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയീസ്. ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയീസ് പറഞ്ഞാൽ അവരുടെ സ്കിൽ, ടാലന്റിന് അതിൻ്റെതായ റെക്കഗ്നേഷൻ കൊടുക്കണം, ഓൾവേസ് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഫിഫ്ത്ത് വൺ ഇസ് ഹയറിംഗ് ദ റൈറ്റ് പീപ്പിൾ. ഓരോരുത്തരെയും സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷെ ഓരോ പൊസിഷനിലേക്കും അതിനെ കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് ഹയർ ചെയ്യാന്നുള്ളത് ഡിഫിക്കൽറ്റി ആണ്. സോ അതാണ് അടുത്തൊരു ചാലഞ്ച് മീറ്റ് ചെയ്യുന്നത്. ദെൻ സിക്സ്ത് വൺ, റെസ്പോണ്ടിങ് ടു എ ക്രൈസിസ്. എന്തെങ്കിലും ഒരു ക്രൈസിസ് ഡ്യൂ ടു ഡിസാസ്റ്റർ, അതല്ല വേറെ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്ലാനിങ്ങിലും ചേഞ്ച് വരുത്താൻ കഴിയണം ഒരു മാനേജർക്ക്. ദാറ്റ് ഈസ് ദ സിക്സ്ത് പോയിന്റ്, റെസ്പോണ്ടിങ് ടു എ
crisis. Seventh one is continuous improvement. ഓരോ ദിവസം പോകുമ്പോഴും ബെറ്റർ വർക്കിംഗ് എൻവറോൺമെന്റ് കൊണ്ടുവരാൻ സാധിക്കണം. അതുപോലെ എംപ്ലോയി മോട്ടിവേഷൻസ് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്ത് വരണം. ദെൻ ഓൾസോ ടു ദ കസ്റ്റമർ റെസ്പോൺസസ്, കസ്റ്റമേഴ്സിനുള്ള റെസ്പോൺസ് കൊടുക്കുമ്പോഴും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പ്രോഡക്ട്സിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ കഴിയണം. ഇതൊക്കെയാണ് ദ ചാലഞ്ചസ് ഓഫ് എ മാനേജർ എന്ന് പറയുന്നത്. സോ ദ ഓവറോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെന്റ് അതിന്റെ ഫങ്ഷൻസ്, മാനേജറിന്റെ റോൾ എന്താണ്, ഒരു ചാലഞ്ചസ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കി. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എക്സ്റ്റേണൽ എൻവറോൺമെന്റുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു. സോ ഫ്രം ഓൾ ദിസ് നമുക്ക് മനസ്സിലാക്കാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അത് ചെയ്യണമെങ്കിൽ, എഫിഷ്യന്റ് ആയി ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് ദാറ്റ് സ്കിൽ ആൻഡ് മോട്ടിവേഷൻ. സോ ഇതിനെല്ലാം ബേസ് ആയിട്ട് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്. ഏതൊരു വർക്ക് ചെയ്യാനും വേണ്ട കമ്മിറ്റ്മെന്റ് ആണ് ഒരു മാനേജ്മെന്റിൽ വരുന്ന സക്സസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ കൺക്ലൂഷൻ പറയാനുള്ളത്. Okay, so we have discussed all those topics in our module 1.